പ്രിയമുള്ള കേന്ദ്ര സർക്കാരിനോടും നമ്മുടെ പ്രധാനമന്ത്രിയോടും ഞങ്ങൾ ധീവര സമുദായത്തിന് വേണ്ടി ഞാൻ പ്രദീപ് കുമാർ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഞങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തെ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ സമുദായം അത് ലാറ്റിൻ കത്തോലിക്ക വിഭാഗങ്ങളും ധീവര സമുദായങ്ങൾ അതിൽ പല വിഭാഗങ്ങളായിട്ടുണ്ട്. അന്നേരം ഞങ്ങളുടെ സമുദായം ഇന്ന് ഡ്രഡ്ജിങ് ആണ്. കൊല്ലം ജില്ല മുതൽ ഇങ്ങേയറ്റം കായംകുളം വരെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇന്ന് അനുഭവിച്ചു വരുന്ന വർഷകാലത്തിൽ കടൽ കയറി ആക്രമിക്കുകയും അവിടുന്ന് കരിമണൽ ഖനനം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെടുകയും വീടുകൾ നശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവിധ സമ്പത്തുകളും നശിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. ഞങ്ങൾ കരിമണൽ ഖനനം മൂലം ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടമാണ് ധീവര സമുദായം ഇന്ന് അനുഭവിക്കുന്നത്. സമുദായാംഗങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടതായ സംവരണങ്ങളോ ഞങ്ങളുടെ സമുദായത്തിന് വേണ്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവരണങ്ങളോ ഒന്നുമേ കിട്ടുന്നില്ല. പെൻഷൻ ആനുകൂല്യങ്ങളോ ഒന്നുമേ കിട്ടുന്നില്ല. തുച്ഛമായ ഏതെങ്കിലും നക്കാപ്പിച്ച ഞങ്ങളുടെ തന്നേച്ച് ഞങ്ങൾ എല്ലാം വാങ്ങിയെന്നും പറഞ്ഞ് സംസ്ഥാന സർക്കാരും ഇടത് വലത് ശക്തികളും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞങ്ങളുടെ സമുദായം ഇന്നും താഴ്ന്ന സാമ്പത്തികപരമായി വളരെ പിന്നോക്ക അവസ്ഥയിലാണ്. ഞങ്ങളുടെ സമുദായം ഇന്ന് പഠിച്ച് വിദ്യാഭ്യാസത്തിലാണെങ്കിൽ മിക്കവരും ഒരു ഡിഗ്രി മേലുള്ള വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. ഞങ്ങൾ മിക്കവരും പകുതിയിലധികം ശതമാനത്തോളം തൊഴിൽ മുക്കുക, പാരമ്പര്യ മുക്കുക പണിയുമായിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടതായ ശക്തിയുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികപരമായ പിന്നോക്കാവസ്ഥയാണുള്ളത്. ഞങ്ങൾക്ക് സിഖുകാർക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ തരണം. അതുപോലെ തന്നെ മുനമ്പത്തുകാർ അനുഭവിക്കുന്ന പോലെ ഈ ഡ്രഡ്ജിങ് അതോ കൊല്ലം മുതൽ കായംകുളം വരെ നടക്കുന്ന ഈ ഡ്രഡ്ജിങ് ഇതുകൊണ്ട് വൻ നഷ്ടമാണ് ഞങ്ങളുടെ സമൂഹം അനുഭവിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഡ്രഡ്ജിങ് അവസാനിപ്പിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും അപേക്ഷിക്കുകയാണ്. സാറേ, ഞങ്ങൾക്ക് വേണ്ടതായ പദ്ധതി നിങ്ങൾ കേന്ദ്രത്തിൽ നടത്തുന്നുണ്ട്. ഒത്തിരി പദ്ധതികളുണ്ട്. ഇത് ഞങ്ങളുടെ സമുദായങ്ങൾക്ക് അറിവില്ല. ഞങ്ങളുടെ സമുദായത്തിലേക്ക് എത്തിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകണം. ഞങ്ങളുടെ സമുദായത്തിനും നിയമസഭയിലും അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള പാർലമെൻറ്റിലും നോമിനേറ്റഡ് മെമ്പറാക്കി മാറ്റണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സാർ. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ആരും പറയാൻ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഒരു ദിനകരനോ ഒരു TM പ്രതാപനോ കൊണ്ട് ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. അവരെ കൊണ്ട് ഇതുവരെ ഒരു പണ്ടങ്ങാണ്ട് കാലത്ത് ഞങ്ങളുടെ വോട്ട് കൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ സംവരണം കിട്ടിയതല്ലാതെ ഞങ്ങൾക്ക് അതൊരു സ്റ്റൈഫൻഡ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഞങ്ങൾ ഇന്നും സാമ്പത്തികപരമായി എല്ലാവരെക്കാട്ടിലും പിന്നോക്ക അവസ്ഥയിലാണ്. ഞങ്ങളുടെ സമുദായത്തിന് വേണ്ട ആനുകൂല്യങ്ങൾ തരണം. ഇത് ഞങ്ങളുടെ മത്സ്യസമ്പത്താണെങ്കിൽ 5000 കോടി രൂപയുടെ മത്സ്യസമ്പത്താണ് കഴിഞ്ഞ സർക്കാർ വിറ്റഴിച്ചത്. ഇതുകൂടാതെ ഇപ്പോഴും മത്സ്യസമ്പത്ത് കരിമണൽ ഖനനം മൂലം വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് ഞങ്ങൾ ഇന്ന് വഴിയാധാരമായി നിൽക്കുന്ന സമയമാണ് സാർ. ഞങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ തരണം. അത് സുരേഷ് ഗോപി സാറും എല്ലാവരും കൊല്ലം പ്രദേശം
കടലോര ഗ്രാമങ്ങൾ കണ്ട് ട്രഡ്ജിങ് നടത്തിയ പ്രദേശങ്ങൾ, ഞങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയ ഇതും ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതും എല്ലാം നേരിട്ട് വന്ന് പ്രധാനമന്ത്രിയൊക്കെ ദർശിച്ച് ഞങ്ങളുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തണം. അതുപോലെ തന്നെ ദിനകരൻ സാറ് നിരന്തരമായി ഞങ്ങളും എല്ലാവരും കൂടെ പോയി സമരം നടത്തിയിരുന്നു. കോലി സംരക്ഷണ സമിതി ഞങ്ങളെല്ലാവരും പോയി സെക്രട്ടറിയാണതിൻ്റെ നടയിൽ പോയി സമരം നടത്തിയെങ്കിലും ഇതുവരെ യാതൊരുവിധ പ്രൊട്ടക്ഷനോ അതിന് നിർത്തലാക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാം തന്നു ഇവിടെ ഇത് കോവിഡ് വന്നപ്പോഴും ഞങ്ങളെ ആരും സംരക്ഷിച്ചില്ല. പിന്നീട് അതിന് മുമ്പ് വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പല കാര്യങ്ങളും വന്നു. ഞങ്ങളെ സൈന്യമാണെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെ വെറും കൈയോടെ എല്ലാവരും പിരിച്ചു എടുക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് ഒരു വിധ ആനുകൂല്യ പ്രൊട്ടക്ഷനുകളോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രധാനമന്ത്രി ഞങ്ങളെ കൈവിടരുത്, ഞങ്ങളുടെ സമൂഹത്തെ കൈവിടരുത്. അവിടെ കൊല്ലത്തെ തൊട്ടുള്ള കരിമണൽ ഖനനം നിർത്തിവെപ്പിക്കാനും അവിടെ ഞങ്ങളെ സംരക്ഷിക്കുവാനുമുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ കടൽ ഭിത്തികൾ കെട്ടി സംരക്ഷിക്കണം. അതുപോലെ തന്നെ ഇനിയും ഒരു കടലാക്രമണം ഉണ്ടാകാതിരിക്കാനും ഇവിടെ ഇസ്രായേൽ മോഡൽ രീതിയിലുള്ള സംരക്ഷണ ഭിത്തികൾ ഉണ്ടാക്കണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ വേണ്ട സഹായങ്ങൾ ഞങ്ങൾക്ക് സിഖുകാർക്ക് നൽകുന്ന അതേ സഹായം തന്നെ തരണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് SC/STയുടെ വേണ്ട, അത് ഞങ്ങൾക്ക് സിഖുകാർക്ക് ലഭിക്കുന്ന അതേ സംരക്ഷണം അതുപോലെ തന്നെ അതേ സംവരണം ഞങ്ങൾക്ക് തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ഈ അപേക്ഷ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ പ്രധാനമന്ത്രിയോട് അപേക്ഷിക്കുന്നു, കേന്ദ്ര സർക്കാരിനോട്.